ഓം അമൃതേശ്വരി നമഃ. പരീക്ഷിത് മഹാരാജാവും ഭാഗവതവും. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞു. പാണ്ഡവന്മാരും പാഞ്ചാലിയും വാനപ്രസ്ഥം സ്വീകരിച്ചു പോയി. ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ സമയമാണ്. ഹസ്തിനപുരത്തിലെ ഭഗവാന്റെ സഹോദരി സുഭദ്ര കേട്ടിട്ടില്ലേ? ആ സുഭദ്രയുടെ പുത്രൻ അഭിമന്യു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ മൃത്യു വരിച്ച ആ അഭിമന്യുവിന്റെ പുത്രൻ പരീക്ഷിത് മഹാരാജാവ് രാജഭരണം ഏറ്റെടുത്തു. വിരാട് രാജകുമാരിയായ ഉത്തരയാണ് പരീക്ഷിത്തിന്റെ മാതാവ്. എന്നാൽ വിഷ്ണു ഭക്തനായതിനാൽ വിഷ്ണുരാധൻ എന്നും പേരുണ്ട്. അദ്ദേഹത്തിന്റെ പത്നിയാണ് ഇരാവതി. ഒരു ദിവസം മഹാരാജാവ് ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഒതുക്കാൻ വേണ്ടി രാജാവ് കാനനത്തിൽ പ്രവേശിച്ചു. കുറേ അലഞ്ഞു. മധ്യാഹ്നമായി. ക്ഷീണിച്ച് തളർന്ന് ദൂരെയുള്ള ഒരാശ്രമത്തിലെത്തി. മഹാരാജാവ് കുടിക്കാൻ വെള്ളം ചോദിച്ചൊന്നും അവിടെ അങ്കിരസിന്റെ പുത്രനായ ശമീക മഹർഷി ധ്യാനത്തിലായിരുന്നു. മഹാരാജാവ് കുടിക്കാൻ വെള്ളം ചോദിച്ചൊന്നും മഹർഷി കേട്ടതേയില്ല. ശമീക മഹർഷിയുടെ മകൻ ശൃംഗി ദേവലോകത്ത് പോയി മടങ്ങി വരികയായിരുന്നു. അപ്പോ സുഹൃത്തായ ഒരു താപസ ബാലൻ പറഞ്ഞു, എടാ ശൃംഗി, നിന്റെ അച്ഛനെ മഹാരാജാവ് നല്ലൊരു മാല ചാർത്തിയുണ്ട്, പോയി നോക്ക വേഗം. ശൃംഗി ഉടനെ ആശ്രമത്തിലെത്തി. നോക്കിയപ്പോ അച്ഛൻ്റെ കഴുത്തില് ഒരു ചത്ത പാമ്പിന്റെ കൂടപ്പം. സാധു സംരക്ഷണം ചെയ്യേണ്ട മഹാരാജാവ് ഈ വിധം പ്രവർത്തിച്ചില്ലേ? ഇന്നേക്ക് 7-ാം നാൾ തക്ഷകണ്ഠ അഭിഷേകമിട്ട് മഹാരാജാവ് മരിക്കാനുണ്ട് വരട്ടെ. ശൃംഗിയുടെ ശാപവാക്യം കേട്ട് കണ്ണു തുറന്ന മഹർഷി പറഞ്ഞു, പുത്ര, പാടില്ല. രാജാവ് ഭക്തൂത്തമനാ, പരമകാരുണ്യകനാ. നീതിനിഷ്ഠനായ രാജാവിനെ നീ ഇങ്ങനെ ശപിച്ചാൽ മഹർഷി കൂടെ നമ്മെ പഴി പറയും. ശമീക മഹർഷി ഉടനെ ശിഷ്യന്മാരെ വിട്ടു. വൃത്താന്തങ്ങളെല്ലാം രാജാവിനെ അറിയിച്ചു. എനിക്കിപ്പോ 66 വയസ്സായി. മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷേ ജനങ്ങൾക്ക് രാജാവിൻ്റെ ജീവൻ സംരക്ഷിക്കണം. അവര് ഗംഗാ നദിക്ക് നടുവിലായി കരികല്ലുകൊണ്ട് ഒരു സ്തംഭം ഉണ്ടാക്കി. അതിനു മുകളിൽ മനോഹരമായൊരു പ്രാസാദം പണി കഴിപ്പിച്ചു. ഒരു ഉറുമ്പ് പോലും കടക്കാത്ത അത്രയും സുരക്ഷിതമായ പ്രാസാദം. മഹാരാജാവ് നിരാഹാരവ്രതം തുടങ്ങി. വേദങ്ങളും മൃത്യുഞ്ജയ മന്ത്രങ്ങളും മുഴങ്ങി. ആ സമയത്താണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള ശീശുക ബ്രഹ്മർഷി അവിടേക്ക് വരുന്നത്. അവധൂതനെ പോലെ. കന്നിമാസത്തിന് വെളുത്ത പക്ഷത്തിലെ നവമിയായിരുന്നു അന്ന്. ബ്രഹ്മർഷി മഹാരാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, ഭക്തി ഒന്നുകൊണ്ട് മാത്രം സർവമുക്തിയും ശ്രദ്ധിക്കുന്ന മഹാഭാഗവതം ഞാൻ അങ്ങേക്ക് ഉപദേശിക്കാം. അങ്ങനെ തുടങ്ങിയതാ സപ്താഹം വായന. നമുക്കും സപ്താഹത്തിൻ്റെ സാരാംശങ്ങളിലൂടെ കടന്ന് ഭക്തി നിറയാൻ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരി നമഃ.